ഹായ് ഗൈസ്, +2 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിന് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റുകൾ ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. എന്താ ക്വസ്റ്റ്യൻ നോക്കിക്കോ. റൈറ്റ് ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇലക്ട്രിക് ഡൈപോൾമെൻറ്റ്, ഇലക്ട്രിക് ഫ്ലക്സ്. നമുക്ക് നോക്കാം, ആൻസർ ചെയ്യാൻ പോവാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരുന്നോ? ഒന്നാമത്തത് എ എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിൻ്റെ ബേസിക് ഇക്വേഷൻ ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ചാർജ് ആണ്. ഫോഴ്സ് പെർ ചാർജ് ആണ്. അപ്പോൾ എന്താ SI യൂണിറ്റ് വരിക? ഫോഴ്സിൻ്റെ എന്താ? ന്യൂട്ടൺ. ചാർജിൻ്റെ എന്താ? കൂളോം. ന്യൂട്ടൺ പെർ കൂളോം. എന്താ ആൻസർ? യൂണിറ്റ് എന്താ? ന്യൂട്ടൺ പെർ കൂളോം. അല്ലെങ്കിൽ വേറെ യൂണിറ്റും കൂടി ഉണ്ട്, നിങ്ങൾക്കറിയാം, വോൾട്ട് പെർ മീറ്റർ. പഠിച്ചു വെക്കാം. റെഡി അല്ലേ? ഇനി ക്വസ്റ്റ്യൻ ബി എന്താ? ഇലക്ട്രിക് ഡൈപോൾമെൻറ്റ്. ഇലക്ട്രിക് ഡൈപോൾമെൻറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ P ആണ്. ഇക്വേഷൻ നിങ്ങൾക്കറിയാം 2AQ ആണ്. അപ്പോൾ എന്താ SI യൂണിറ്റ് വരിക? 2A എന്ന് പറഞ്ഞാൽ ഡൈപോൾ ലെങ്ത് ആണ്. ഡൈപോൾ ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ, ചാർജിൻ്റെ യൂണിറ്റ് കൂളോം. അപ്പോൾ എന്താ യൂണിറ്റ് വരിക? മീറ്റർ കൂളോം, അല്ലെങ്കിൽ കൂളോം മീറ്റർ എന്നും പറയാം. ഇനി സി എന്താ? ഇലക്ട്രിക് ഫ്ലക്സ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ E.A ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെയും ഏരിയ വെക്ടറിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ആണ് E.A. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ എന്താ? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി നമ്മളിവിടെ കണ്ടെത്തിയിരിക്കുന്നത് ന്യൂട്ടൺ പെർ കൂളോം. ഏരിയൻ്റെ എന്താ? മീറ്റർ സ്ക്വയർ. അപ്പോൾ എന്താ വരിക? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളോം. അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ നമുക്കറിയാം വോൾട്ട് പെർ മീറ്റർ ആണ്. പിന്നെ ഏരിയൻ്റെ എന്താ? മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ മീറ്ററും കട്ട് ചെയ്യാം. അപ്പോൾ എന്താ വരിക? വോൾട്ട് മീറ്റർ. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സിന് 2 യൂണിറ്റ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കൂളോം അല്ലെങ്കിൽ വോൾട്ട് മീറ്റർ. ഇതൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ, എക്സാമിന് ക്വസ്റ്റ്യൻ വരും.